ഓക്കെ, അപ്പൊ ഇതിൽ ഞങ്ങൾ ചെയ്യാൻ പോണത് ഈ ഡി ബി ഹെൽപ്പർ എന്ന് പറഞ്ഞ ക്ലാസ് ഇല്ലേ, നമ്മുടെ എസ്കുലേറ്റ് ഓപ്പറേഷൻസ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യണ ആ ഒരു ക്ലാസ് ഫയൽ ഞങ്ങൾ ഇതിൽ ഉണ്ടാക്കണം. അപ്പൊ പാക്കേജ് നെയിമിൽ പോയിട്ട് ന്യൂ ജാവ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഡി ബി ഹെൽപ്പറിന് നെയിം കൊടുത്തിട്ട് അതിന്റെ മെത്തേഡ്സ് എല്ലാം ഇപ്പൊ ഇൻസേർഷൻ ഡിലീഷൻ ഇല്ല, യൂസറിനെ ആഡ് ചെയ്യാനും ലോഗിൻ ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി. അപ്പൊ ഇത് ഓൾറെഡി ഉള്ളൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്നുണ്ട്. അപ്പൊ എക്സ്റ്റെൻസ് എസ്ക്യുലൈറ്റ് എസ്ക്യുലൈറ്റ് ഓപ്പൺ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും കുറച്ച് മെത്തേഡ്സ്. അത് ഇവിടെ കുത്തി കഴിഞ്ഞാൽ ഓൺ ക്രിയേറ്റും ഓൺ അപ്ഡേറ്റും എന്ന് പറഞ്ഞിട്ട് എസ്ക്യുലൈറ്റ് ഹെൽപ്പർ ഓൾറെഡി ഒരു ഇന്റർഫേസിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മെത്തേഡ്സ് നിങ്ങൾ വെച്ചില്ലെങ്കിൽ അത് എറർ കാണിക്കും. പിന്നെ വേറെ എറർ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കൺസ്ട്രക്ടർ വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത് ഈ രീതിയിൽ ഞങ്ങൾക്ക് അതും കൺസ്ട്രക്ടറും സെറ്റ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ടറിൽ നള്ളബിൾ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കുറച്ച് എന്താ ഫസ്റ്റ് ഡിക്ലറേഷൻ വേണമല്ലോ. മറ്റേ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം ഞങ്ങൾക്ക് ഡാറ്റാബേസ് നെയിം, ഡാറ്റാബേസ് വെർഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ എന്താ ഫസ്റ്റ് ഡിക്ലറേഷൻ ഉണ്ട്, കുറെ ഈ സ്ട്രിങ്ങും ഇൻറ്റിജറും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. പ്രൈവറ്റ് കൊടുക്കാം. പ്രൈവറ്റ് സ്റ്റാറ്റിക് സ്ട്രിങ് ആണല്ലോ, അല്ല ഫൈനൽ കൊടുക്കാം. ഫൈനൽ വേണമെങ്കിൽ കൊടുത്താൽ മതി, കൊടുക്കണം നല്ലതായിട്ട്. സ്ട്രിങ് ആണ്. ദെൻ ഡി ബി നെയിം, ഡി ബി അണ്ടർസ്കോർ നെയിം ഈക്വൽ ടു, ഞാനിതിന് അഡ്മിൻ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. അഡ്മിൻ യൂസർ ഡി ബി, ഡി ബി എന്ന് വേണമെങ്കിൽ, സോറി ഇവിടെ അല്ല, ഡി ബി അഡ്മിൻ യൂസർ ഡി ബി ആണ് ഡാറ്റാബേസിന്റെ പേര്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾക്ക് വന്നത് ഈ ഡാറ്റാബേസ് വെർഷൻ ആണ്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ യൂസറും അഡ്മിനും ഉണ്ടാവും. അപ്പൊ യൂസറിനെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇവിടെ. ഇനി അഡ്മിൻ എന്ന് പറഞ്ഞാൽ അഡ്മിന് ജസ്റ്റ് യൂസറിന്റെ പേര് കാണാൻ പറ്റുന്നുള്ള രീതിയിലാക്കി വെക്കാം. അപ്പൊ അതിന്റെ കോഡും ഇതിലാണ് ശരിക്കും വരേണ്ടത്. അത് ഞാൻ ഈ യൂസറിന് ആദ്യം രജിസ്ട്രേഷൻ ലോഗിൻ സക്സസ് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അഡ്മിൻ മൊഡ്യൂൾ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് തുടങ്ങാം. ഈ അഡ്മിൻ യൂസർ ഡി ബി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാം. ഈ ഒരു ക്ലാസ് ഫയൽ തന്നെ എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ പ്രൈവറ്റ് സ്റ്റാറ്റിക് ഇൻറ്റ് നമ്മുടെ ഡാറ്റാബേസ് വെർഷൻ ആണല്ലോ കൊടുക്കുന്നത്, ഡി ബി വെർഷൻ ഈക്വൽ ടു 1. 1 ആണ് നമ്മൾ ഇനീഷ്യലി കൊടുക്കാറ്. ഏതെങ്കിലും ഒരു വെർഷനും 1 വെച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെയാണല്ലോ പോവാറ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് 2-3 സ്ട്രിങ്സ് വേണം. സെയിം രീതിയിൽ തന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡി ബി അല്ല, ടേബിൾ നെയിം, ടേബിൾ ടേബിൾ യൂസർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ടേബിളും കൂടെ വരും മിക്കവാറും അഡ്മിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും, യൂസേഴ്സ്. പിന്നെ പ്രൈവറ്റ് സ്റ്റാറ്റിക് ഫൈനൽ കോളം യൂസർ, യൂസർ നെയിം, യൂസർ നെയിം നെക്സ്റ്റ് കോളം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമെയിൽ വെച്ചിട്ട്, ഇമെയിൽ പ്രൈമറി കീ അല്ലെങ്കിൽ നോട്ട് നൾ ആക്കി കഴിഞ്ഞാലേ നമുക്ക് ആ ഇമെയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇമെയിൽ കൊടുക്കാം, ഇമെയിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. പാസ്വേഡ്, കോളം പാസ്വേഡ്, പാസ്വേഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഇനീഷ്യൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കൺസ്ട്രക്ടറിൽ കുറച്ച് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, കോണ്ടെക്സ്റ്റ് മാത്രം മതി, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഈ സൂപ്പർ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഡി ബി നെയിം നമ്മൾ വെച്ചേക്കണ ആ വേരിയബിൾ എടുത്ത് കൊടുത്താൽ മതി അവിടെ. നെക്സ്റ്റ് ഫാക്ടറി നള്ളിൽ കൊടുത്താൽ മതി, അത് ജസ്റ്റ് ഇപ്പൊ ഇഗ്നോർ ചെയ്താൽ മതി. വെർഷൻ എന്ന് പറഞ്ഞാൽ ഡി ബി വെർഷൻ ഞങ്ങൾ പൊക്കത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഡി ബി വെർഷൻ ആണ് അവിടെ വരേണ്ടത്. ഇത്രയും കഴിയുമ്പോൾ കൺസ്ട്രക്ടറിനെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓൺ ക്രിയേറ്റ് മെത്തേഡ്, ഓൺ ക്രിയേറ്റ് ആണ് ഈ ഡി ബി ഹാൻഡലർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യില്ലേ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ
അത് ഇൻവോക്ക് ആണ്, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ക്രിയേറ്റ് ക്വറി എഴുതുന്നത്. ടേബിൾ മൊത്തം ക്രിയേറ്റ് ആവാനുള്ള ക്വറി ഇല്ലേ, അത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ ഓൾറെഡി ഡാറ്റാബേസ് നമുക്ക് പാസ് ചെയ്ത് കിട്ടും. ഓൺ ക്രിയേറ്റിന്റെ ആ പാരാമീറ്റർ നോക്കി കഴിഞ്ഞാൽ ഡാറ്റാബേസ് പാസ് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ആ ക്വറി ഉണ്ടല്ലോ, ആ സംഭവമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഓൾറെഡി ടേബിൾ യൂസർ ഉണ്ട്, കോളം നെയിം, ഇമെയിൽ അതെല്ലാം ഉണ്ട്. അപ്പൊ ക്വറി ഞാൻ എഴുതാം ഇവിടെ. ക്രിയേറ്റ് ടേബിൾ യൂസേഴ്സ് എന്നാണല്ലോ കൊടുത്തേക്കണം. ബ്രാക്കറ്റിൽ വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും വിത്ത് ഡാറ്റ ടൈപ്പ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് യൂസർ നെയിം എന്നുള്ളതാണ് കോളമിന്റെ പേര്. അത് കഴിഞ്ഞിട്ട് സ്പേസ് കളയാം. ആ സ്പേസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ വാർക്കാർ അതൊന്നും അങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ, ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം ഇപ്പൊ. പിന്നെ അതിനു മുമ്പ് വേണമെങ്കിലില്ലേ ഞാൻ ഐ ഡി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഞങ്ങൾക്ക് ഐ ഡി കൊടുക്കണം നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഇൻക്രിമെന്റ്, ഓട്ടോ ഇൻക്രിമെന്റ് പ്രൈമറി കീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ അതിനു വേണ്ടി അതിവിടെ കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഒറ്റ സെക്കൻഡ്. ഐ ഡി യൂസർ നെയിമിന് മുമ്പായിട്ട് ഐ ഡി കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പൊ ഇമെയിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഐ ഡി വെച്ച് തന്നെ നോക്കാം, അതാണ് നല്ലത്. ഐ ഡി വെച്ചിട്ട് ഒരു റോ യൂണീക്ക് ആയിട്ട് പ്രൈമറിക്ക് വെച്ചിട്ട് ചെയ്യാലോ. പിന്നെ വരുന്നത് ഐ ഡി ഇൻറ്റിജർ ആക്കിയിട്ട് വെക്കാം. പ്രൈമറി കീ ആണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് അതിന്റെ, അപ്പൊ അതും കൂടെ വെക്കാം. ഓട്ടോ ഇൻക്രിമെന്റ്, ഓട്ടോ ഇൻക്രിമെന്റ് സ്പേസ് ഇല്ല, ഓട്ടോ ഇൻക്രിമെന്റ്. അപ്പൊ ഇൻറ്റീജർ സ്പേസ് വേണം. യൂസർ നെയിം കഴിയുമ്പോൾ ഇമെയിൽ അല്ലേ വരണ്ടത്, ഇമെയിലും യൂസർ ഇമെയിലിന് കൊടുക്കാം. ഇമെയിൽ ടെക്സ്റ്റ് തന്നെ കൊടുക്കാം ഇമെയിലും. പിന്നെ അത് യൂണീക്ക് ആയിരിക്കണം, യൂണീക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ അതിന് കൊടുക്കാം. അപ്പൊ എല്ലാ ഇമെയിലും എന്താ പറയുക, യൂണീക്ക് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഒരാൾക്ക് രണ്ട് അക്കൗണ്ടിൽ കയറാൻ പറ്റാത്ത രീതിയിലാക്കാം. പിന്നെ ലാസ്റ്റ് പാസ്വേഡ്, പാസ്വേഡും ടെക്സ്റ്റ് തന്നെ ആയിട്ട് വെക്കാം. അപ്പൊ ക്വറി അത്രേ ഉള്ളൂ. ഇതാണ് ക്രിയേറ്റിന്റെ ക്വറി. അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഐ ഡി ഉണ്ടാക്കണം, കോളം ഐ ഡി എന്ന് പറഞ്ഞിട്ട്. ഐ ഡി എന്നിട്ട് ഈ ക്വറി ആയിരിക്കും നമ്മൾ ഒരു സ്ട്രിങ്ങിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് എക്സിക്യൂഷന് കൊടുക്കും. അപ്പൊ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഈ സെയിം ക്വറി ആയിരിക്കും, പക്ഷെ നമ്മൾ അതിന്റെ അകത്തുള്ള ഈ സംഭവങ്ങൾ വാല്യൂസ് ഒക്കെ ഓൾറെഡി എടുത്തേക്കണ വേരിയബിൾസിന് എടുക്കും. അപ്പൊ സ്ട്രിങ് ക്വറി അല്ലെങ്കിൽ SQL എന്തെങ്കിലും കൊടുക്കാം. ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ക്രിയേറ്റ് ടേബിൾ സ്പേസ് ഉണ്ട്, ആ ക്വറി നോക്കണം. സ്പേസ് കഴിഞ്ഞിട്ടാണ് യൂസറിന്റെ പേര് വന്നേക്കണം. അപ്പൊ പ്ലസ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേബിൾ വേരിയബിൾ ഉണ്ട്, അത് വെക്കും. ടേബിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഇത് വെക്കും. നെക്സ്റ്റ് ക്വറിയുടെ ബ്രാക്കറ്റ് വരും. അപ്പൊ ഡബിൾ കോട്ട്സിൽ ഈ ബ്രാക്കറ്റ്, ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് വരും, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വറി എഴുതാൻ പറഞ്ഞത്. ആ ക്വറി നോക്കിയിട്ട് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. പ്ലസ് കോളം ഇമെയിൽ, അല്ല കോളം ഐ ഡി, ഫസ്റ്റ് ഐ ഡി ആണല്ലോ അതിന്റെ. എന്നിട്ട് ഇൻറ്റീജർ പ്രൈമറി കീ, അതിന് മുമ്പ് സ്പേസ് ഉണ്ട്, അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കാം. ഒരു കോമയുണ്ട്, അപ്പൊ അത് ഫുള്ള് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് കഴിഞ്ഞ്. പിന്നെ നെക്സ്റ്റ് പാർട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞതാണല്ലോ, കോളം യൂസർ നെയിം എന്ന് പറഞ്ഞു വരും. ഞാൻ നെക്സ്റ്റ് ലൈനിൽ ഇടാം, അപ്പൊ ഒരു റീഡബിലിറ്റിക്ക് വേണ്ടി. കോളം യൂസർ നെയിം പ്ലസ് ഡബിൾ കോട്ട്സിൽ സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ്, സ്പേസ് ടെക്സ്റ്റ് കോമണ്ട്, അതിനായിട്ടൊരു സ്പേസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് കോളം ഇമെയിൽ, പ്ലസ് സ്പേസ് ടെക്സ്റ്റ് യൂണീക്ക്.
അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ ടെക്സ്റ്റിന്റെ ഇടയ്ക്ക് സ്പേസ് വന്നായിരുന്നെങ്കിൽ അത് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പേസ് സ്പേസ് പറയുന്നത്. കോമ കഴിഞ്ഞിട്ട് സ്പേസ് പിന്നെ പ്ലസ് പാസ്വേഡ്, പാസ്വേഡ്, കോളം പാസ്വേഡ് പ്ലസ് സ്പേസ് ടെക്സ്റ്റ്. അപ്പൊ ക്വറി അത്രേ ഉള്ളൂ. ഇനി ഒരു ബ്രാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ SQL ഡാറ്റാബേസിന്റെ DB എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഞങ്ങൾക്ക് ഈ ഓൺ ക്രിയേറ്റിൽ പാസ്സായി കിട്ടും. അപ്പൊ അതില് നമ്മുടെ ഈ DB ഹാൻഡ്ലറും SQLite ഹെൽപ്പറിന്റെയും ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഡാറ്റാബേസിന്റെ അഡ്മിൻ DB എന്നുള്ള സംഭവം കിട്ടും. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഓൺ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് ബേസിക്കലി ആ ക്രിയേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ടേബിൾസ്. അപ്പൊ എക്സിക്യൂട്ട് SQL എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ ആ ക്വറി പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്വറി സ്ട്രിംഗ് ആയിട്ട് തന്നെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ നമ്മുടെ ടേബിൾസ് ഇപ്പൊ ഞങ്ങളുടെ ഡാറ്റാബേസിൽ കയറും ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട്. അതിന് മുമ്പായിട്ട് ഓക്കെ, ഇനി ഓൺ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓൺ അപ്ഗ്രേഡ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഡാറ്റാബേസ് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, വെർഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പൊ വലിയ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതിന്റെ ക്വറി എന്ന് പറഞ്ഞാല് നമുക്കുള്ള ടേബിൾസ് കളഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് എന്താ പറയണ ഡ്രോപ്പ് ഇഫ് എക്സിസ്റ്റ് ടേബിൾ നെയിം അങ്ങനെയാണ്. അപ്പൊ ഡ്രോപ്പ് ടേബിൾ ഇഫ് എക്സിസ്റ്റ് ടേബിൾ നെയിം. ടേബിൾ നെയിം നമ്മുടെ എന്താ പറയണ യൂസേഴ്സ് എന്നാണല്ലോ, അതാണ് ക്വറി. അപ്പൊ DB എക്സിക്യൂട്ട് SQL എന്ന് പറഞ്ഞാൽ ഇതിൽ വെച്ച് തന്നെയാണ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറിയ ക്വറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവിടെ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പൊ സെയിം ക്വറി ആയതുകൊണ്ട് കോപ്പി ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, പിന്നെ ടേബിൾ യൂസേഴ്സ് നമ്മുടെ എറർ വന്നേക്കുന്നത് കോളൻ ടേബിൾ ആണല്ലോ. ടേബിൾ യൂസർ എനിക്ക് തോന്നുന്നു എക്സിസ്റ്റ് ആണോ എന്ന് തോന്നുന്നു. ഒരു എസ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇവിടെ മാറ്റിയേക്കാം. ഡ്രോപ്പ് ടേബിൾ ഇഫ് എക്സിസ്റ്റ് യൂസർ നെയിം അതായിരുന്നു സോറി. അപ്പൊ ഓൺ അപ്ഗ്രേഡിന്റെ അത് കഴിഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ രജിസ്റ്റർ ലോഗിൻ ഫംഗ്ഷനാലിറ്റീസ് ആണ്. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ബേസിക് ആയിട്ടുള്ള ലോജിക് പറയുകയാണെങ്കിൽ നമുക്ക് 3 പാരാമീറ്റേഴ്സ് കിട്ടും സ്ട്രിംഗ് ആയിട്ട് തന്നെ. എന്താണ് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് അത് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് അത് ഓൾറെഡി ഉള്ള ഫംഗ്ഷൻസ് ഉണ്ടല്ലോ DB.insert എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഡാറ്റാബേസിൽ ഇൻസേർട്ട് ചെയ്യും ആ പുതിയൊരു ആളെ. എന്നിട്ട് ഈ ഈ ഇമെയിൽ യുണീക്ക് ആയതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് വെക്കാം. ഇപ്പൊ ഓൾറെഡി ഉള്ള ഇമെയിൽ ആണെങ്കിൽ രജിസ്റ്റർ ആക്കാൻ പറ്റൂല, ആ ഒരു രീതിയിൽ വെക്കാം. ഇപ്പൊ നെക്സ്റ്റ് ഫംഗ്ഷൻ ലോഗിന്റെ ആണ്. ലോഗിന്റെ ഇമെയിൽ വെച്ചിട്ടായിരിക്കും ചെക്ക് ചെയ്യണത്, ഇമെയിലും പാസ്വേഡും വെച്ചിട്ട്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പൊ ഈ വീഡിയോ ഇത്രയും മതി എന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി ഇടാം, അല്ലെങ്കിൽ ലോങ് ആവും. അപ്പൊ ഓക്കെ.